അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ സമയം അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ചിലവഴിക്കുക. നമ്മുടെ പെണ്ണുങ്ങളെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എത്രയോ ഖേദകരമാണ് അവർ പെണ്ണുങ്ങളുടെ അവസ്ഥ. അവർ ജീവിക്കുന്നു അടുക്കളയിൽ, വീട്ടിൻ്റെ അടുക്കളയിൽ അവർ ജീവിക്കുന്നു, അമൽ ചെയ്യുന്നുണ്ട്, ഭർത്താവിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. ആ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്താലായി, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു, ബാക്കിയാക്കാനൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, സലഫുകളുടെ പെണ്ണുങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. അവർ ദീനിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. അവരുടെ പണി എന്താ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഉമ്മ ചെയ്ത പണി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഉമ്മയല്ലേ ഇമാം ഷാഫിനെ ബാക്കിയാക്കിയത്? അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ ഉമ്മയല്ലേ അഹ്മദ് ബിൻ ഹംബലിനെ ബാക്കിയാക്കിയത്? ഓരോ ഇമാമിങ്ങളെയും അവിടെ വളർത്തിയെടുത്തത് അവരുടെ ഉമ്മമാരാണ്. അവർക്കത് ബാക്കിയായി. പക്ഷെ നമ്മുടെ പെണ്ണുങ്ങളോ? അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ദീനിന് വേണ്ടി പണിയെടുക്കാൻ, സമയം ചെലവഴിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകാൻ ഗ്രഹിക്കട്ടെ.